കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വൻതോതിൽ മാലിന്യം തള്ളി. 6-7 വാർഡ് പരിധിയിൽ റോഡരികിൽ 2 കിലോമീറ്റർ ദൂരത്തിൽ പല സ്ഥലങ്ങളിലായാണ് ചാക്കുകളിൽ അജൈവ മാലിന്യങ്ങൾ തള്ളിയത്. മാലിന്യത്തിൽ നിന്നും ലഭിച്ച വിലാസം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. ബുധനാഴ്ച രാവിലെയാണ് കുറുമാത്തൂർ പൊക്കുണ്ട് മുതൽ അകത്തൂട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് വരെ റോഡരികിൽ നിരവധി ചാക്കുകളിലായി മാലിന്യം തള്ളിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി MV പവിത്രനും വാർഡ് മെമ്പർമാരായ നൌഷാദ് പുതുക്കണ്ടം, സുമ എന്നിവരുൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നാട്ടുകാരുൾപ്പെടെ ചേർന്ന് ചാക്കുകളിലെ മാലിന്യങ്ങൾ പരിശോധിച്ചപ്പോൾ കീഴറ സ്വദേശിയുടെ വിലാസം ഉൾപ്പെടുന്ന കൊറിയൻ സ്ഥാപനത്തിന്റെ കവർ ലഭിച്ചിട്ടുണ്ട്. വിലാസം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. മാലിന്യം തള്ളിയവരെ കണ്ടെത്തി പിഴ ഈടാക്കുന്നതിനുൾപ്പെടെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് സെക്രട്ടറി MV പവിത്രൻ പറഞ്ഞു. ഇന്നലെ രാത്രി വണ്ടിയിൽ വേസ്റ്റ് കൊണ്ടുവന്ന് വിവിധ സ്ഥലങ്ങളിൽ, അതായത് ഓരോ ഭാഗത്ത് ചാക്കിൽ കെട്ടി വേസ്റ്റ് തള്ളിയതായിട്ട് നമ്മൾ കണ്ടെത്തി. അപ്പോൾ നാട്ടുകാർ മൊത്തം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വന്ന് ഇവിടെ പരിശോധിച്ചു. ആ പരിശോധിച്ചതിൽ നമുക്ക് ഈ വേസ്റ്റ് തള്ളിയ ആളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് എന്ന നിലയിൽ ഇതിന് പരമാവധി എത്ര രൂപ നമുക്ക് പിഴയടക്കാൻ പറ്റുമോ അത്രയും പിഴയടക്കുകയും ബാക്കി അതിൻ്റെ ശേഷം തുടർ നടപടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായി പഞ്ചായത്ത് ചെയ്യും എന്നാണ് പറയുന്നത്. മാലിന്യം തള്ളിയവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. മാലിന്യ ചാക്കുകൾ MCFൽ എത്തിച്ച് മാലിന്യങ്ങൾ സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കി മാലിന്യം തള്ളിയ ആളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പർ നൌഷാദ് പുതുക്കണ്ടവും പറഞ്ഞു. ഏതോ സാമൂഹ്യ ദ്രോഹികൾ നമ്മുടെ ഈ 2 വാർഡിനകത്ത് റോഡ് സൈഡിൽ വ്യാപകമായി അജൈവ മാലിന്യം തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഇവിടുത്തെ പ്രദേശവാസികളും ജനങ്ങളും വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വ്യാപകമായ രീതിയിലുള്ള മാലിന്യമാണ് ഈ മേഖലയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരൊക്കെ വന്ന് ആളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ്. ഈ സാധനം കംപ്ലീറ്റ് എടുത്ത് പരിശോധന നടത്തി ആളെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.